കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗുരുദേവ മഹാത്മാഗാന്ധി ശതാബ്ദി ആഘോഷത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഭ്രഷ്ട്. ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരെ ക്ഷണിച്ചപ്പോൾ മുസ്ലിം മത പണ്ഡിത സഭയിലെ പ്രമുഖനായ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി യോഗം ബഹിഷ്കരിച്ചു. ശതാബ്ദി ആഘോഷം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്ത്രപരമായി ശിവഗിരി മഠത്തെ കൂടെ കൂട്ടി ഗുരുദേവ ഗാന്ധി സമാഗമ ശതാബ്ദി നടത്തി. യാതൊരു രാഷ്ട്രീയവുമില്ലാത്ത ശിവഗിരി സ്വാമിമാർ സതുദ്ദേശത്തോടെ സഹകരിച്ചു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു. ഗുരുദേവൻ സ്ഥാപിച്ച SNDPയുടെ നിലവിലെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ശതാബ്ദി ആഘോഷത്തിന് കോൺഗ്രസ് നേതാക്കൾ ക്ഷണിച്ചില്ല. കോൺഗ്രസിനെതിരെ വെള്ളാപ്പള്ളി നടത്തുന്ന രൂക്ഷ വിമർശനങ്ങളും തിരികെ വെള്ളാപ്പള്ളിയെ കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ ശത്രുവായി കാണുന്നതും ശതാബ്ദി ആഘോഷത്തിൽ നിന്ന് വെള്ളാപ്പള്ളിയെ ഒഴിവാക്കാൻ കാരണമായി. മുസ്ലിം മത പണ്ഡിത സഭയിലെ പ്രമുഖനായ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ചടങ്ങ് ബഹിഷ്കരിച്ചു. കൊച്ചിയിൽ മുസ്ലിം പണ്ഡിതരുടെ സമ്മേളനത്തിൽ വരാമെന്നേറ്റ രാഹുൽ ഗാന്ധി വരാത്തതാണ് ബഹിഷ്കരണ കാരണം. അതേസമയം ക്രൈസ്തവ സഭകളിൽ നിന്ന് CSI മോഡറേറ്റർ ഡോക്ടർ ജോസ് ജോർജ് ചിങ്ങവനം, കനാനിയ സിനിയൻ സഭ കുര്യാക്കോസ് മാർ സേവിരിയോസ്, നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധ്യക്ഷൻ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രോപോലിത്ത, ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരിക്ക് വേണ്ടി ഫാദർ ലാസറസ് പട്ടക്കടവ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ കനകോലുവിൻ്റെ ഉപദേശം കേട്ട് സമുദായ പ്രീണനത്തിന് ഇറങ്ങിയ കോൺഗ്രസിന് ഈ സമുദായ വേർതിരിവ് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇല്ലാതില്ല. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.